എടുത്ത ഭൂമിയിൽ വളരെ വൈകാതെ BSFന്റെ കേന്ദ്രം വരാൻ പോകുന്നു. അവിടെ വളരെ വൈകാതെ തന്നെ ഒരു കേന്ദ്രീയ വിദ്യാലയം ഉണ്ടാകാൻ പോകുന്നു. അവിടെ വളരെ വൈകാതെ തന്നെ വനം വകുപ്പിൻ്റെ ഒരു സെൻട്രൽ നഴ്സറി വരാൻ പോകുന്നു. അവിടുത്തെ 45 ഏക്കർ സ്ഥലത്ത് നാദാപുരം വികസന പദ്ധതി സമഗ്രമായ ഒരു വികസന കാഴ്ചപ്പാട് അടിസ്ഥാനത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള രൂപരേഖ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ശരിക്കും നാദാപുരത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ലക്ഷ്യബോധമറ്റ പ്രവർത്തനത്തിൻ്റെ അടയാളമായിട്ട് ഞാൻ അരീക്കര കുന്നിനെ ചൂണ്ടിക്കാണിക്കുന്നു. അതിൻ്റെ പുറകിൽ 5-8 കൊല്ലക്കാലം പ്രവർത്തിച്ച ഞാനടക്കമുള്ള ഒട്ടേറെ പേരുടെ പങ്കിനെ ഞാൻ ഉയർത്തിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. നാദാപുരം തീർച്ചയായിട്ടും വളരും. നാദാപുരത്തിൻ്റെ ഭാവി ശോഭനമായിരിക്കും. നാദാപുരത്തിൻ്റെ പുത്തൻ തലമുറ വിദ്യാഭ്യാസം നേടി ലോകത്തിൻ്റെ മുമ്പിൽ നാദാപുരത്തിൻ്റെ മുഖത്തെ അവർ വീണ്ടും തെളിച്ചമുള്ള മുഖമാക്കി അവതരിപ്പിക്കുമെന്നും എനിക്ക് ഉറപ്പുണ്ട്. നാദാപുരത്തിൻ്റെ വികസന നേട്ടങ്ങൾ ആന്തരികമായും ബാഹ്യമായും നമ്മൾ പുറത്ത് പ്രകടിപ്പിക്കുമ്പോൾ തന്നെയും നാദാപുരത്തിൻ്റെ സ്ഥിരം ശാപമായി വിവിധ രാഷ്ട്രീയ കക്ഷികൾ ഉയർത്തുന്ന ഒരു വാദമുണ്ട്, ഇടയ്ക്കിടെ പൊട്ടിപ്പുറപ്പെടുന്ന സംഘർഷം. ഈ സംഘർഷങ്ങൾ പണ്ട് 2000-ൽ നമ്മൾ ആഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് വിപുലമായ രീതിയിൽ ഒരു സമാധാന റാലി നടന്നതിന് ശേഷം ആ രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്നാലും ഇപ്പോഴും ഇടയ്ക്കിടെ സംഘർഷ മേഖലയായി നാദാപുരം മാറുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ഒക്ടോബർ കലാച്ചി നാദാപുരമൊക്കെ വ്യാപകമായ രീതിയിൽ കലാപം തന്നെ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. എങ്ങനെയാണ് ഇതിന് നമുക്ക് ആശങ്കപ്പെടാം? നാദാപുരത്ത് കലാപം പൊട്ടിപ്പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. നാദാപുരം ഇടയ്ക്കിടയ്ക്ക് സംഘർഷം പൊട്ടിപ്പുറപ്പെടുന്ന സംഘർഷ കേന്ദ്രമാണെന്നല്ല പറയേണ്ടത്. ഞാൻ സ്റ്റാർ മിഷനോട് സ്നേഹപൂർവ്വം അതിൻ്റെ ഏറ്റവും അടുത്ത അഭ്യുദയകക്ഷമായിട്ട് പറയുന്നു, നാദാപുരത്തിനെ പറ്റിയുള്ള ഒരു ചിത്രം അവതരിപ്പിക്കേണ്ടത് ഈ രീതിയിലല്ല. നാദാപുരത്ത് തീർച്ചയായിട്ടും അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അസ്വാസ്ഥ്യങ്ങളും സംഘർഷങ്ങളും വേറെ വേറെ തന്നെയാണ്. പൊട്ടിപ്പുറപ്പെടുന്ന കലാപങ്ങളും നമ്മളിപ്പോൾ ചെറിയ ചെറിയ പിരിമുറുക്കങ്ങളും അത് രണ്ടും വേറെ വേറെയാണ്. നാദാപുരത്ത് പണ്ടത്തെ അവസ്ഥ ഇപ്പോഴുണ്ടോ? ഇല്ല എന്നെല്ലാവരും സമ്മതിക്കും. പഴയ നാദാപുരത്ത് ഒരു ചെറിയ വിഭാഗം ആൾക്കാർ ശ്രമിച്ചാൽ നാളെ എന്ത് കലാപവും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു ഇല്ലാ കഥ പ്രചരിപ്പിച്ചാൽ മതി, ഒരു കെട്ടുകഥ ഉണ്ടാക്കിയാൽ മതി. ആ കെട്ടുകഥ കേട്ടുകൊണ്ട് ആൾക്കാർ അപ്പുറത്തും ഇപ്പുറത്തും സംഘം ചേരുന്ന ഭൂതകാലം ഉണ്ടായിരുന്നു ഇവിടെ. ആ സ്ഥിതിക്ക് മാറ്റമുണ്ടായി എന്നുള്ളതാണ് നാദാപുരത്തെ ഏറ്റവും വലിയ മാറ്റം. ഈ മാറ്റം ഉണ്ടാക്കിയത് നാദാപുരത്തെ ജനങ്ങളാണ്. സമാധാനത്തിന് വേണ്ടി ഹൃദയത്തിൽ അത്രയധികം കൊതിക്കുന്ന നാദാപുരത്തെ എണ്ണമറ്റ സ്ത്രീ പുരുഷന്മാരാണ് ഈ മാറ്റമുണ്ടാക്കിയത്. ആ മാറ്റത്തിൻ്റെ ഒപ്പം നാദാപുരത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റക്കെട്ടായി നിലകൊണ്ടു. പുറം ലോകത്തിനോട് നാദാപുരം കൈമാറേണ്ട സന്ദേശം ഇത് തന്നെയാണ്. ഒന്ന്, നാദാപുരം മോഡൽ സംഘർഷങ്ങളിൽപ്പെട്ട് വികസനം മുരടിച്ചു പോയ ഉഴറിയ ഒരു ജനപദം, ഒരു സമൂഹം, ഒരു ജനത, അവർ സ്വന്തം മുൻകൈയിൽ സമാധാനം വീണ്ടെടുത്തതിൻ്റെ ഉദാഹരണങ്ങളും അനുഭവങ്ങളുമാണ് നാദാപുരത്തിന് പുറം ലോകത്തിന് കൈമാറാനുള്ള ഏറ്റവും വലിയ കാര്യമെന്ന കാര്യം ഞാൻ സ്റ്റാർ മിഷനൊക്കെ ബോധപൂർവം അത് പറയണം. അതൊരു നാദാപുരം മോഡലാണ്. അതിൽ ഒരു വഴിത്തിരിവായിരുന്നു ഈ ഓഗസ്റ്റ് 15-ൻ്റെ സമാധാന റാലി. ആയിരക്കണക്കായ ജനങ്ങൾ എല്ലാം മറന്നുകൊണ്ട് ഞങ്ങൾക്കാവശ്യം സമാധാനമാണ്, സംഘർഷങ്ങളല്ല എന്ന് പ്രഖ്യാപിച്ച ആ റാലി നാദാപുരത്തിൻ്റെ ഹൃദയത്തിൽ ആഴ്ന്നു പതിഞ്ഞ ഒന്നാണ്. അതെപ്പോഴും അങ്ങനെയായിരിക്കും. അവിടെ കൊണ്ട് അവസാനിച്ചില്ല. ഈ നാദാപുരത്താണ് പിന്നീട് സമൂഹ നോമ്പുതുറകളുടെ പരമ്പര ഉണ്ടായത്. ഈ നാദാപുരത്താണ് സമൂഹ ഓണസദ്യ ഉണ്ടായത്. ഈ നാദാപുരത്താണ് ചെറിയ പ്രശ്നമുണ്ടാകുന്ന എല്ലാ പഞ്ചായത്തുകളിലും ജനപ്രതിനിധികളാകെ ഒന്നിച്ചോടിയെത്തിയത്. MLAയും രാഷ്ട്രീയ നേതാക്കന്മാരും ഒന്നിച്ചോടിയെത്തി ഒരു വാർഡിൻ്റെ ഒരു മൂലയിൽ ഒരു പ്രശ്നമുണ്ടാകാൻ, ഒരു കടയ്ക്ക് തീ ഇട്ടാൽ, ഒരു വീടിൻ്റെ മേൽ കല്ല് വന്ന് വീണാൽ അവഗണിക്കാതെ അവിടെ എല്ലാം ഓടിയെത്തി ചുറ്റുമുള്ള 10-50 വീട്ടുകാർ ഒരുമിച്ചിരുത്തിക്കൊണ്ട് ഇത് വലുതാകാൻ സമ്മതിക്കരുത്, ഇതേതോ വികൃതികൾ കാണിച്ച ഒരു സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനമാണ്. ആ അർത്ഥത്തിൽ അങ്ങനെ പ്രശ്നമുണ്ടാക്കുന്നവരെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് നമുക്ക് സമാധാനം വീണ്ടെടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ വേണമെന്നുള്ള ആ ഒരു സമാധാന പ്രസ്ഥാനം ശക്തി പ്രാപിച്ചതാണ് നാദാപുരത്തിൻ്റെ മഹത്വം. അതിനകത്ത് ഒരുപാട് ആളുകളുടെ വിയർപ്പുണ്ട്, കണ്ണീരുണ്ട്, സ്വപ്നങ്ങളുണ്ട്, പങ്കുണ്ട്. അതിൻ്റെ എല്ലാം ഫലമായിട്ടാണ് ഈ മാറ്റമുണ്ടായത്. നമുക്കതിന് മുമ്പോട്ട് കൊണ്ടുപോകണം. അടുത്തും അകലെയുമല്ല ഇപ്പോഴും സംഘർഷം ഉരുണ്ടുകൂടുമ്പോഴും അതിൽ നിന്ന് വെള്ളം കലക്കി മീൻ പിടിക്കാൻ ഇവിടെയും ചില ആളുകൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും നാദാപുരത്തിൻ്റെ പൊതുബോധം അവരുടെ കൂടെ പോകാൻ തയ്യാറാകാത്തതാണ് നാദാപുരത്തിൻ്റെ മഹത്വം. ആ മഹത്വമുള്ള നാദാപുരത്തിൻ്റെ ഏറ്റവും പാവനമായ അവകാശമായ സമാധാനം ഉറപ്പാക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. നാദാപുരത്തെ ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടികളും മാധ്യമപ്രവർത്തകരും ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് നാദാപുരത്തിൻ്റെ സവിശേഷമായ ഘടനയെ അംഗീകരിച്ചുകൊണ്ട് സ്വന്തം പ്രവർത്തനങ്ങൾക്കുള്ള ഒരു
നിയതമായ ചട്ടക്കൂട് അവർ സ്വയം ഉണ്ടാക്കലാണ്. അതിലൂടെ ഒരു പുത്തൻ നാദാപുരം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൽ അവർ അവരുടെ പങ്ക് വഹിക്കലാണ്. ആ പങ്ക് വഹിക്കാൻ നമുക്കെല്ലാം കൂട്ടായി ശ്രമിക്കാം. ഞാൻ സ്റ്റാർ വിഷൻ്റെ വരവിനെ കാണുന്നത് ആ അർത്ഥത്തിലാണ്. എനിക്ക് വളരെ സ്നേഹമുള്ള 5-6 സുഹൃത്തുക്കൾ നടത്തുന്നൊരു വാർത്താ ശൃംഖല എന്ന മട്ടിൽ മാത്രമല്ല ഞാൻ കാണുന്നത്. ദൃശ്യലോകത്ത് നാദാപുരത്തിൻ്റെ സ്പന്ദനങ്ങളെ നല്ലവണ്ണം അറിയാവുന്ന കുറച്ച് യുവ സുഹൃത്തുക്കൾ നടത്തുന്ന ഈ സ്റ്റാർ വിഷൻ പുതിയ നാദാപുരത്തിൻ്റെ ഒരു പുറവിക്ക് വേണ്ടിയുള്ള ഈറ്റുനോവിൻ്റെ കൂടെ കേന്ദ്രമാകണമെന്നാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. ആ ഈറ്റുനോവ് നമുക്കെല്ലാവർക്കും തുല്യമായിട്ട് പങ്കിടാം. കഴിഞ്ഞ ഒക്ടോബറിലെ കലാപത്തിൽ ദുരിതബാധിതരായ നിരവധി ആളുകൾക്ക് സർക്കാർ സഹായം ലഭ്യമാകും എന്ന് ആദ്യ രീതിയിൽ താങ്കളും LDFന്റെ സംസ്ഥാന കൺവീനർ കൂടിയായ വൈക്കം മിഷനും നാദാപുര സന്ദർശന വേളയിൽ പറഞ്ഞിരുന്നു. പക്ഷേ അതിൻ്റെ തുടർ പ്രവർത്തനം എന്ന രീതിയിൽ ഇപ്പോഴും ദുരിതബാധിതർക്ക് യാതൊരുവിധ സഹായവും സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടില്ല. തുടർ പ്രവർത്തനം തുടരുകയാണിപ്പോഴും. പക്ഷെ അത് പൂർണ്ണമായിട്ടും വിജയിച്ചിട്ടില്ല. തൊട്ടടുത്ത ദിവസങ്ങളിൽ കേരളത്തിൻ്റെ വേറൊരു ഭാഗത്ത് ഇതുപോലെ തന്നെ ചില ആൾക്കാർ പ്രശ്നം കുത്തിപ്പൊക്കിയപ്പോൾ ഒരു വാദം ഉയർന്നു വന്നു. ആരെങ്കിലും 1, 2, 3 ആൾക്കാർ എവിടെയെങ്കിലും ഇതുപോലെ പ്രശ്നം കുത്തിപ്പൊക്കിയാൽ അവിടെയെല്ലാം ഗവൺമെൻറ് ചേർന്ന് ഇങ്ങനെ സഹായം കൊടുക്കാൻ പോകുന്നത് സഹായത്തിൻ്റെ സാധ്യത ഉണ്ടെന്ന് ഉറപ്പോടുകൂടി പ്രശ്നം കുത്തിപ്പൊക്കാനുള്ള ഈ പ്രശ്ന കുത്തിപ്പൊക്കൽക്കാർക്കുള്ള ഒരു പ്രോത്സാഹനമായിട്ട് മാറുമോ എന്ന ചോദ്യം ഗവൺമെൻറ്റിൽ ഗൗരവമായി ഉയർന്നു വന്നു. അതിനെ ചൊല്ലിയാണ് ആ കാര്യങ്ങളുടെ വേഗത കുറഞ്ഞു പോയത്. അതിപ്പോഴും പൂർത്തിയായിട്ടില്ല. ആ ശ്രമങ്ങൾ ഇതിൻ്റെ അർത്ഥം അവസാനിച്ചുവെന്നല്ല, ആ പരിശ്രമങ്ങൾ വീണ്ടും തുടരും. താങ്കൾ നിയമസഭയിൽ അംഗമായിരിക്കുമ്പോൾ മുഖ്യമന്ത്രിയായിരുന്ന EK നായനാരും AK ആന്റണിയും ദുരിതബാധിതരായ ആളുകൾക്ക് സർക്കാർ സഹായം നൽകിയിരുന്നു. താങ്കൾ ഇപ്പോൾ ക്യാബിനറ്റിൽ ഉണ്ടായിരിക്കെ ഈ ഒരു സംവിധാനം എന്തുകൊണ്ട് സാധിക്കുന്നില്ല? അതാണ് നാദാപുരത്തിൻ്റെ ക്ലെയിം. നാദാപുരത്തിന് ഇങ്ങനൊരു പൂർവ്വ അനുഭവമുണ്ട്. പ്രശ്നം കുത്തിപ്പൊക്കിയവർക്കുള്ള പ്രോത്സാഹനമായിട്ടത് മാറുമോ എന്നുള്ള ആശങ്ക ന്യായമായിരിക്കെ തന്നെ നാദാപുരത്ത് ഇങ്ങനെ പൂർവ്വ അനുഭവമുണ്ട്. ആ അനുഭവം നാദാപുരത്തിൻ്റെ പ്രത്യേകമായൊരു അന്തരീക്ഷം മൂലമുണ്ടായതാണ്. അതുകൊണ്ട് നാദാപുരത്തിന് ഈ പറയുന്നൊരു നഷ്ടപരിഹാരം കിട്ടാനുള്ള അവകാശമുണ്ട് എന്ന മട്ടിലുള്ള പ്രവർത്തനങ്ങൾ തുടരുകയാണിപ്പോഴും. അതിന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്നുകൊണ്ട് വിജയം കാണാൻ ശ്രമിക്കാം. പ്രധാനമായി വാണിമേൽ പഞ്ചായത്തുകാരുടെ ചിരകാല അഭിലാഷമായിരുന്നു വെലങ്ങാട് വഴിയുള്ള വയനാട് റോഡ്. അതിന് വനംവകുപ്പ് മന്ത്രി എന്നുള്ള നിലക്ക് താങ്കളിൽ നിന്ന് നാട്ടുകാർക്ക് ഇനി ഏത് രീതിയിലുള്ള പ്രവർത്തനമാണ് പ്രതീക്ഷിക്കാവുന്നത്? നാട്ടുകാരോട് ആ കാര്യത്തിൽ ആദ്യന്തം സത്യം പറഞ്ഞാളെന്ന ഒരു കാര്യമാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. അവരോട് സത്യം മാത്രമേ പറയൂവെന്ന് ശാഠ്യപൂർവ്വം നിലക്കൊണ്ട ഒരാളെന്നായിരിക്കും എന്നെപ്പറ്റി ഞാൻ പരിചയപ്പെടുത്തുന്നത്. ആ റോഡിനെ പറ്റിയുള്ള നാട്ടുകാരുടെ വികാരം ഏറ്റവും ന്യായമാണ്. പക്ഷേ ആ റോഡ് വരണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര വനാവകാശ നിയമപ്രകാരം കിട്ടേണ്ട അനുമതി കിട്ടിയാലേ ആ റോഡ് വരൂ. ബാക്കി എല്ലാവരും അത് മൂടി വെച്ചുകൊണ്ട് പ്രചാരവേലയുടെ മാത്രം ഒരു കഥയാക്കി അതിനെ മാറ്റിയപ്പോൾ ജനങ്ങളോട് സത്യം പറയാൻ വന്ന ഒരാളെന്ന രീതിയിലുള്ള ഗുണമാണെങ്കിൽ ഗുണം, ദോഷമാണെങ്കിൽ ദോഷം, ശക്തിയാണെങ്കിൽ ശക്തി, ദൗർബല്യം ആണെങ്കിൽ ദൗർബല്യം അതെനിക്കുണ്ട്. ഞാൻ അവരോട് പറഞ്ഞു, ഈ റോഡ് വരണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര നിയമപ്രകാരമുള്ള അനുമതി വേണം. അതില്ലാതെ സംസ്ഥാന വനം മന്ത്രി ഒപ്പിട്ടാൽ റോഡ് കിട്ടും എന്നെല്ലാം പറഞ്ഞവർ സത്യം പറഞ്ഞാൽ അവർക്കും അറിയാം അത് വെറുതെ ഒരു അവാസ്തവ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവാസ്തവങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. നാദാപുരത്തിൻ്റെ പ്രശ്നം അതുകൂടിയാണ്. അവാസ്തവങ്ങൾ പറഞ്ഞ് നേരം പാഴാക്കുകയും മനുഷ്യരെ ഇങ്ങനെ തെറ്റായ വഴിക്ക് ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ശീലമുള്ള കുറച്ച് പേർ നാദാപുരത്തുണ്ട്. ഏത് പാർട്ടിയിൽ? എല്ലാ പാർട്ടികളും ചിലപ്പോൾ കണ്ടൊക്കെ ശരിയല്ലത്. അത് ശരിയേ അല്ല. ജനങ്ങളോട് സത്യം പറയുന്ന രാഷ്ട്രീയം ഉണ്ടായി വരണം. ഇവിടെ കേന്ദ്ര അനുമതി കൂടാതെ ഈ റോഡ് വരുന്ന ആരാ പറഞ്ഞത്? അല്ല, നാട്ടുകാരോട് ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത് ഈ റോഡ് വരണം എന്നുണ്ടെങ്കിൽ ഇന്നത്തെ അവസ്ഥയിൽ വനഭൂമി റോഡ് പോകണമെന്നുണ്ടെങ്കിൽ അതിന് കേന്ദ്രത്തിൻ്റെ അനുമതി വേണം സത്യം പറയുകയും അത് കിട്ടാൻ വേണ്ടി ശ്രമിക്കലുമാണ്. അതിനുവേണ്ടിയുള്ള നിശ്ചിത ഫോമിലുള്ള നിയമപ്രകാരമായ നീക്കമാണ്. ആ നീക്കം ഒന്നും നടത്താതെ ഇവിടെ എന്തൊരു ബഹളമായിരുന്നു. നീക്കം ഒന്നും നടത്താതെ നാട്ടുകാരുടെ മനസ്സിലുള്ള ഒരു തോന്നലിനെ, ന്യായമായ തോന്നലിനെ ഇതുപോലെ സ്തംഭിപ്പിക്കുന്നത് ശരിയായിട്ടുള്ള രാഷ്ട്രീയമല്ല എന്നാണ് എൻ്റെ ഫോം ഫില്ലപ്പ് ചെയ്ത് കൊടുത്തത്. നാട്ടുകാരോട് ഈ പഞ്ചായത്ത് ഓഫീസ് വിളിച്ചു കൂട്ടി സത്യം ആദ്യം ആരാ പറഞ്ഞു കൊടുത്തത്? കേന്ദ്രത്തിൻ്റെ മുൻകൈയിലുള്ള ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ടിൻ്റെ പുസ്തകവുമായി വന്ന് പഞ്ചായത്ത് ഓഫീസിൽ എല്ലാ പാർട്ടിക്കാരെയും വിളിച്ചുകൂട്ടി ബന്ധപ്പെട്ട വകുപ്പ് വായിച്ച് കേൾപ്പിച്ച് അത് പരിഭാഷപ്പെടുത്തി ഈ വഴിക്ക് പോയാൽ റോഡ് ഉണ്ടാകൂ, അല്ലാതെ നമ്മൾ ആരെങ്കിലും നമ്മുടെ ഇഷ്ടാനിഷ്ടപ്രകാരം എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നടന്നാൽ റോഡിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകില്ല എന്ന് ആദ്യമായിട്ട് അവരോട് പറഞ്ഞാണ് ഞാനാണ്. അതിനുശേഷമാണ് ഇതിൻ്റെ ഫോമിലുള്ള അപേക്ഷ കിട്ടിയത്. സംസ്ഥാന ഗവൺമെൻറ് ചെയ്യേണ്ടത് അതിൻ്റെ സർവേക്കുള്ള അനുമതി കൊടുക്കലാണ്.
അത് സർവേക്ക് അനുമതി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും ചെയ്തിട്ടുണ്ട്. ശ്രീ മുല്ലപ്പള്ളി പറഞ്ഞു ഇതിനകത്ത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുമതി ഇല്ലാതെ റോഡ് ഉണ്ടാകാൻ സാധ്യമല്ല എന്ന് നല്ല വിവരമുള്ള നമ്മുടെ MP കൂടിയായിട്ടുള്ള ശ്രീ മുല്ലപ്പള്ളിയും പറഞ്ഞു. എന്നിട്ടും ഇവിടെ കുറേ പേര് പിന്നെയും പറയാൻ ശ്രമിച്ചു വനം മന്ത്രി സംസ്ഥാനത്ത് ഒപ്പിട്ടാൽ റോഡ് ഉടനെ വന്നു. അതൊക്കെ ചുമ്മാ ആളുകളെ സത്യം പറഞ്ഞ് അവരുടെ നേർവഴിക്ക് നയിക്കേണ്ടതിന് പകരം അവരുടെ മുമ്പിൽ അസത്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൽക്കാലിക ലാഭം വേണം നീക്കമാണ്. എനിക്കൊന്നും താല്പര്യമില്ല. പ്രധാനമായും നാട്ടുകാർ പറയുന്ന അവിടെ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ റോഡ് വരികയാണെങ്കിൽ, ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യത്തിന് റോഡ് വരികയാണെങ്കിൽ ആ റോഡ് തന്നെ നാട്ടുകാർക്ക് ഉപയോഗിക്കാവുന്ന ആ വഴിക്കുള്ള ശ്രമങ്ങളെയൊക്കെ ഈ പ്രചാര വേലക്കാർ അടച്ചു കളഞ്ഞല്ലോ. അത്തരം എല്ലാ ശ്രമങ്ങളെയും അടച്ചു കളഞ്ഞത് ഈ ദുഷ്പ്രചാര വേലക്കാരാണ്. അവർ ആ വഴിക്കുള്ള ശ്രമങ്ങളെ എല്ലാത്തിനെയും അടച്ചു കളഞ്ഞു. ഈ റോഡെന്ന് കേട്ടാൽ എല്ലാവരും ജാഗ്രതാപൂർവ്വം നന്നാക്കി മാറ്റിയത് ഇതുമായി ബന്ധപ്പെട്ട് അടിക്കടി ഉയർത്തിവിട്ടിട്ടുള്ള പ്രചാരവേല മാത്രമാണ്. ആ പ്രചാരവേലക്കാർ ആ സാധ്യതയും അടച്ചു കളഞ്ഞു. അല്ല, നാട്ടുകാരുടെ പ്രധാന ബലം വനം വകുപ്പ് മന്ത്രി കൂടിയായ താങ്കളാണ്. വനം വകുപ്പ് മന്ത്രി ആണെന്നുള്ളതും ആ മന്ത്രി സത്യങ്ങൾ പറയുന്ന ആളെന്നുള്ളതും നാട്ടുകാരുടെ ബലമാണ്. അതുകൊണ്ട് ആ മന്ത്രി പറയുന്നു കേന്ദ്ര അനുമതിക്ക് വേണ്ടിയുള്ള മാർഗങ്ങൾ തേടുകയും അത് നേടിക്കൊണ്ട് മുമ്പോട്ട് പോവുകയുമാണ് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത്. അല്ലാതെ കുറുക്ക് വഴിയെ പറ്റിയുള്ള പ്രചാരവേല കൊണ്ട് റോഡ് ഉണ്ടാകുമെന്ന് എനിക്ക് വിശ്വാസമില്ല. അത് ആര് മന്ത്രിയായാലും കുറുക്ക് വഴിയിൽ കൂടെ റോഡ് വരാൻ പോകുന്നില്ല. റോഡ് വരണമെന്നുണ്ടെങ്കിൽ കേന്ദ്രത്തിൻ്റെ അനുമതി കിട്ടിയേ മതിയാകും. കേന്ദ്ര അനുമതി കിട്ടിയാൽ റോഡാവും. അതിൻ്റെ ഫോം പിഴ ഫില്ല് ചെയ്തിട്ടുള്ളൂ. അനുമതി കൊടുത്തിട്ടുണ്ട്, വനം വകുപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, നാദാപുരത്തിൻ്റെ സമാധാനത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത മന്ത്രിയാണ് താങ്കൾ. ഈ അടുത്തായി താങ്കൾക്ക് നാദാപുരത്തെ സമാധാന പ്രവർത്തനങ്ങൾക്ക് മുൻകൈയെടുത്ത് എന്നുള്ള രീതിയിൽ ഒരു അവാർഡ് കിട്ടി. അതിനെങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? ഞാൻ നാദാപുരത്തിൻ്റെ സമാധാനം അടക്കമുള്ള എല്ലാ കാര്യങ്ങളിലും എൻ്റെ കഴിവനുസരിച്ച് കൂറോടുകൂടി നിന്നിട്ടുണ്ട്. അത് നാളെയും നിൽക്കും. അവാർഡ് കിട്ടിയാലും നിൽക്കും, ഇല്ലെങ്കിലും നിൽക്കും. ഇതെനിക്ക് പറയാനുള്ളത്. ഞാൻ നാദാപുരത്തിൻ്റെ ജനപ്രതിനിധിയിൽ നാദാപുരത്തിൻ്റെ ആവശ്യങ്ങളോട് ജനങ്ങളോട് എല്ലാം എന്നെക്കൊണ്ടാകുമെന്ന പോലെ ആത്മാർത്ഥത കാണിച്ചിട്ടുണ്ട്. എൻ്റെ അവകാശം അത്ര മാത്രമാണ്. അതിനപ്പുറത്തൊന്നും എനിക്കില്ല, അതിനിപ്പുറത്തൊന്നുമില്ല. MLA എന്നുള്ള നിലക്ക് താങ്കളും ജനങ്ങളും തമ്മിലുള്ള ബന്ധവും മന്ത്രി എന്നുള്ളതിന് ശേഷം താങ്കളും ജനങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് എന്തെങ്കിലും മാറ്റങ്ങൾ താങ്കൾക്ക് ദൃശ്യമായിട്ടുണ്ടോ? ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ആ ഞാനും ഈ ഞാനും ഒരേ ഞാൻ തന്നെയാണ്, ഒരു മാറ്റവുമില്ല. പിന്നെ MLA ആയിരിക്കുമ്പോഴത്തേക്കും അയാളൊരു മണ്ഡലത്തിൻ്റെ മാത്രം MLA ആണ്. മന്ത്രിയാകുമ്പം അയാൾ 140 മണ്ഡലങ്ങളും ഒരുപാട് വിഷയങ്ങളുമുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ മന്ത്രിയാണ്. അയാൾക്ക് സമയ ലഭ്യത കുറയും, അയാളുടെ മേലുള്ള ജോലിഭാരം കൂടും. ആ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. അതല്ലാതെ വേറെ യാതൊരു മാറ്റവും ഉണ്ടാകുകയുമില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാദാപുരം നിയോജകമണ്ഡലത്തിൽ ലഭിച്ച 10,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന്റെ ആവേശത്തിലാണ് UDF നേതൃത്വം. LDF ആകട്ടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച 18,000 വോട്ടിന്റെ ആവേശത്തിലും. ഏതായാലും നാദാപുരത്തെ പോരാട്ടങ്ങൾക്ക് തീപ്പാറുമെന്നുറപ്പ്. നിയോജകമണ്ഡലത്തിലെ 10 ഗ്രാമപഞ്ചായത്തുകൾ ആര് ജയിക്കുമെന്നത് ഇപ്പോഴും അജ്ഞാതമായി തുടരുന്നു. നാദാപുരവും വാണിമലും ചെക്കിയാടും കഴിഞ്ഞ തവണ UDFന്റെ മൃഗീയമായ ഭൂരിപക്ഷം ലഭിച്ച ഗ്രാമപഞ്ചായത്തുകളായിരുന്നു. ബാക്കി 7 LDFന്റെ നിയന്ത്രണത്തിലും. 10 പഞ്ചായത്തുകൾ ഉൾക്കൊള്ളുന്ന നാദാപുരം നിയോജകമണ്ഡലത്തിലെ മന്ത്രി കൂടിയായ ബിനോയ് വിശ്വമാണ് നമ്മോടൊപ്പം സ്റ്റാർ വിഷന്റെ ജനസംരക്ഷണ പരിപാടിയിൽ പങ്കെടുത്തത്. നാടിന്റെ ഹൃദയത്തുടിപ്പുകൾ അറിഞ്ഞ് നാട്ടുകാരോടൊപ്പം സജീവമായി പങ്കെടുക്കുന്ന മന്ത്രി ബിനോയ് വിശ്വത്തെ സ്റ്റാർ വിഷന്റെ പരിപാടിയിൽ പങ്കെടുത്തതിന് പ്രത്യേക നന്ദി അറിയിക്കുന്നു.